എന്തൊരു ചൂടാ അല്ലേ? അപ്പൊ ഈ സമ്മറിൽ നിങ്ങൾ ബ്രൈഡോ ബ്രൈഡ്സ്മെയ്ഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് ഹെവി കാഞ്ചീപുരം സാരീസോ ബനാറസി സാരീസോ ഒക്കെ ഇട്ടുകൊണ്ട് പോണവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഹാക്കോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നുള്ളത്. നമ്മൾ നല്ല ഹെവി സാരി കൊടുക്കുമ്പോൾ നല്ല വർക്കുള്ള ഹെവി ബ്ലൗസ് ആയിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്വെറ്റ് ചെയ്യുമ്പോൾ ഈ അണ്ടർആമിന്റെ ഭാഗത്ത് ബ്ലൗസിന് ഒരു ഡിസ്കളറേഷൻ വരുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും ഹെവി വർക്കുള്ള സാരിയും ബ്ലൗസും ഇടുമ്പോൾ ഈ അണ്ടർആമിൽ ഈ സ്വെറ്റും ഈ ബ്ലൗസിന്റെ തിക്ക് മെറ്റീരിയൽ ഇങ്ങനെ കിടന്നു അറിയുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടാ. അതേസമയം ആ ഭാഗത്ത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിൽ എന്ത് സുഖമായിരിക്കും അല്ലേ? അപ്പൊ ദേ ഈ സ്വെറ്റ് പാഡ്സ് ആണ് നമ്മുടെ സേവിയർ ആയി വരാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഫോൾഡബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സ്വെറ്റ് പാഡ്സ് ആണ്. നമ്മുടെ യൂഷ്വൽ പാഡ് പോലെ ഒന്നല്ല, ഇത് ഭയങ്കര തിന്നാണ്. അപ്പൊ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടല്ലോ. ഇതിന്റെ ബാക്കിൽ ദേ ഒരു സ്റ്റിക്കർ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ആ സ്റ്റിക്കർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാം. ഞാനിപ്പോ എടുക്കുന്നില്ല, കണ്ടോ, ഇങ്ങനെ സ്റ്റിക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങളുടെ ബ്ലൗസിനെ ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കുക, അതായത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ അണ്ടർആമിന്റെ പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. ഗം എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മടങ്ങുമൊക്കെ ചെയ്യും കേട്ടോ. അതിങ്ങനെ മടക്കാനൊക്കെ ഇത് ഈസി ആയിട്ട് മടക്കാൻ പറ്റും. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗമായിരിക്കും അണ്ടർആമിൽ ടച്ച് ചെയ്യുക. അപ്പൊ സ്വെറ്റ് എല്ലാം ഇത് വലിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ആ ഭാഗത്ത് ഉണ്ടാവുക. യാതൊരു ഫ്രിക്ഷനോ പിന്നെ പിന്നീട് ഈ അണ്ടർആമിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷനോ ഒക്കെ ചാൻസ് കുറവായിരിക്കും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.